വെള്ളം എന്ന ചിത്രത്തിൻ്റെ സാമ്പത്തികമായ പരാജയം അതിന് റീകൂപ്പ് ചെയ്തെടുക്കാനും വേണ്ടിയിട്ട് ഞാനൊരു തൊഴിലെന്ന നിലയ്ക്ക് ഒരു കലയാണോ എന്നൊന്നും എനിക്ക് അന്ന് വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. എന്നിൽ ഒരു കലാകാരൻ ഉറങ്ങിക്കിടുന്ന കാര്യം എനിക്കന്നറിയില്ലായിരുന്നു. പക്ഷേ എൻ്റെ ഈ സാമ്പത്തികമായ ഒരു പ്രോബ്ലം കാരണം അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമായി സിനിമയിൽ അഭിനയിക്കുന്നു. നിങ്ങൾ ധാരാളമായിട്ട് വായിക്കില്ലായിരുന്നു? ഒരുപാട് വായിക്കാം. അതും ഇതിന് ഒരു ഗുണം ചെയ്തിട്ടുണ്ടാവും. തീർച്ചയായും ഞാൻ ഒരുപാട് വായിക്കും. അങ്ങനെ അത് ചെറുപ്പത്തിൽ മുതലുള്ള എൻ്റെ ഒരു ശീലമാണ്. അതായത് എന്ത് ഇതെന്നല്ല, എല്ലാ തരത്തിലുള്ള സബ്ജക്റ്റ് ഞാൻ വായിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ദേവൻ്റെ വേറെ ഗുണമെന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ്. ഇന്നലെ ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും എനിക്ക് കോള്, രാജൻ ഞാൻ ദേവനാണ്, രാജൻ്റെ ഇന്ദ്രജാലം ഇപ്പോൾ സൂര്യ TV നടന്നുകൊണ്ടിരിക്കുകയാണ്, ഞാനെൻ്റെ 40 എണ്ണം കണ്ടതാണ്. ദേവൻ എപ്പോഴാണ് കാണുന്നത് ഇന്ദ്രജാലം? അത് വിളിച്ച് എന്നെ ഇൻഫോം ചെയ്ത് നീ കാണുന്നുണ്ടെങ്കിൽ കണ്ടോളൂ. എനിക്ക് ഇഷ്ടപ്പെട്ട ടൈറ്റില് രാജൻ പി ദേവ് ആസ് കാർലോസ്. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ്. അപ്പം തന്നെ വിളിച്ചാൽ തന്നെ ഈ നിൽപ്പ് നിന്നെ കൊന്നിട്ട് ഇതൊരു ആത്മഹത്യയാണെന്ന് തെളിയിക്കാൻ കഴിവുള്ള റിയൽ പൊളിറ്റിക്കൽ മാനിപ്പുലേറ്റർ അതാണ് ആ സാധനമാണ്. അതാണ് ഹീറോ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രത്തിന് ആ ഹീറോയെ കൊണ്ടുവരുന്നത് അവിടെ. അത്ര പവറാണ് ഒരു പിന്നെ അതായത് ഈ പ്രഭയുണ്ട്. ആ പ്രഭയിലാണ് അയാൾ ഷൈൻ ചെയ്യുന്നത്. ഞാൻ എപ്പോഴും ശരിക്കും ഗ്ലാമർ ഉണ്ട് നിങ്ങളുടെ എല്ലാ. അതൊക്കെ ഗ്ലാമർ ഉണ്ടെന്നൊക്കെ എല്ലാവരും പറയുന്നത്. പക്ഷെ എനിക്ക് ഗ്ലാമറിനെ കുറിച്ച് പറഞ്ഞ് എന്നെ ഇവിടുന്ന് എണ്ണിപ്പിച്ച് വിടരുത് കേട്ടോ. എന്താ പറയാ, എനിക്ക് എല്ലാവരും പറയാ ഗ്ലാമർ. എനിക്ക് വാസ്തവ ചമ്മലാണ് ഈ ഗ്ലാമർ എന്ന് പറഞ്ഞാൽ. എൻ്റെ കഴിവല്ല അത്, അല്ലല്ലോ. എൻ്റെ കഴിവല്ല, ആരും കഴിവല്ല ഗ്ലാമർ എന്ന് പറഞ്ഞാൽ. അതങ്ങനെ എന്തോ ഈശ്വരൻ നമ്മുടെ കഴിവിനാണ് നമ്മൾ നോക്കേണ്ടത്.